ഞാനും എൻ്റെ കെട്ടിയവനും കൂടെ ഒരു യാത്ര പോവുകയാണ്. ഈ യാത്ര എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ആൾക്ക് സ്പെഷ്യൽ ആണോ എന്ന് ചോദിച്ചാൽ സ്ഥിരം പോകുന്നതല്ലേ. പിന്നെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് ഞാൻ കൂടെ പോകുന്നുണ്ട് എന്നുള്ളതാണ്. എനിക്കാണെങ്കിൽ 100,000 ഡൗട്ടാണ്. കുറേ മണിക്കൂർ ഏത് തുണി ഇടണം എന്നുള്ള ഡിസ്കഷനിലായിരുന്നു. അവസാനം ദാ ഈ ഒരു ചോപ്പിൽ തന്നെ വന്നു നിന്നു. ഇത് നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് എൻ്റെ സിസ്റ്ററിലോ വാങ്ങി തന്നതാണ്. എൻ്റെ ഹസ്ബൻഡ് ഇടുന്ന ആ ഒരു ഷർട്ടില്ലേ, ഇതിട്ടിട്ടാണ് പുള്ളിക്കാരൻ എന്നെ പെണ്ണ് കാണാൻ വന്നത്. അതായത് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടപ്പം ആളിട്ടിരുന്നത് ഈ ഒരു ഷർട്ടായിരുന്നേ. ഇനി മുടി കെട്ടാനും പൂ വയ്ക്കാനൊക്കെ ഞാൻ വീണ്ടും ഡൗട്ട് അടിച്ച് നിൽക്കുകയായിരുന്നേ. അവസാനം എന്താ ഈ ഒരു വിധത്തിൽ ഞാൻ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല മച്ചാന്മാരെ. കാരണം ബൈക്കിൽ കയറി കുറച്ച് ദൂരം പോയപ്പോൾ തന്നെ മുടിയും പൂവും എല്ലാം കൂടെ ചുറ്റിപ്പണഞ്ഞ് ഒരു അവസ്ഥയായി പോയി. അവസാനം വീട്ടിൽ വന്നിട്ട് ഒരു പണി പെട്ടാണ് ആ പൂ ഞാൻ അഴിച്ചെടുത്തത്. എന്നിട്ട് പോലും ആ പൂവിന് ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല. എങ്ങനെ സംഭവിക്കും? 3 ദിവസമായിട്ട് സെയിം പൂവാണ് ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടത് വാടിയിട്ട് പോലും ഇല്ല. അതെങ്ങനെ വാടും? നമ്മൾ ആർട്ടിഫിഷ്യൽ ജാസ്മിൻ ഉണ്ടല്ലോ, അതാണ് ഇട ഞാൻ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഡെസ്റ്റിനേഷനിലെത്തി. ഇതെൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന സ്കൂളാണ്. ഇവിടെ ഇന്ന് ഓണാഘോഷമാണ്. സോ ഈ ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ആൾ എന്നെ കൂടെ കൂട്ടിയതാണ്. നമ്മുടെ കല്യാണത്തിന് ഇവിടുത്തെ ടീച്ചേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ പേരൊക്കെ കേൾക്കാറുണ്ട്, അല്ലാതെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഈ സ്കൂളിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പം അവരെന്നെ വെൽക്കം ചെയ്ത ആ ഒരു രീതിയുണ്ടല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാവരും നല്ല സ്നേഹത്തിലാണ് പെരുമാറിയത്. അതുപോലെ തന്നെ അവരുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തു, നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവിടുത്തെ എല്ലാവരും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുമാത്രമല്ല, ഒരു കോർപ്പറേറ്റ് ലൈഫിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ സ്കൂൾ ലൈഫിലേക്ക് സ്വിച്ച് ചെയ്ത് എങ്ങനെ ഉണ്ടാവും, ആ ഒരു മോഡായിപ്പോയി ഞാൻ. സുന്ദരിക്ക് ഒരു പൊട്ടുകടല്, കസാര ചുറ്റല്, ബിസ്ക്കറ്റ് കടി, അത്തപ്പൂ ഇടല്, ഡാൻസ്, പാട്ട്, ഇതൊക്കെ കണ്ട സമയത്ത് നമ്മുടെ സ്കൂൾ ലൈഫും ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയെ. ഞാനാണെങ്കിൽ കുറേ നേരം ഇതൊക്കെ ഒന്ന് ആസ്വദിച്ചുകൊണ്ട് നിന്നു. പിന്നെ ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. പിന്നെ ടീച്ചേഴ്സ് എല്ലാവരും ആയിട്ടിരുന്നിട്ട് സദ്യയൊക്കെ കഴിച്ചു. പിന്നെ മാനേജറിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നേ. സാറാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എനിവേ നല്ലൊരു ഓണമായിരുന്നു കേട്ടോ ഇത്. തലേ ദിവസം എൻ്റെ കമ്പനിയിൽ ഓണാഘോഷമായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പിറ്റേ ദിവസം സ്കൂൾ ലൈഫിലേക്ക് പോയി. ആ ഒരു പ്രതീതി എങ്ങനെ ഉണ്ടാവും, അതായിരുന്നു കേട്ടോ ഇത്.